ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 മാതാനഗർ പള്ളിയിൽ വെച്ച് വിക്ടോബർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമ്മൾ കേട്ടുവരികയായിരുന്നു. നമ്മൾ 4 വർഷം ദൈവവചനത്തിൽ വളരണം, ദൈവവചനത്തിൽ ശക്തി പ്രാപിക്കണം, കർത്താവിൻ്റെ കൂദാശയിലോട് ചേർന്ന് നിൽക്കണം. അതുപോലെ ഈശോ പഠിപ്പിച്ചു തരുന്ന അനേകം കാര്യങ്ങൾ ഈശോയുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാപങ്ങൾ ഓരോന്നും വിട്ടുമാറുമ്പോൾ ഈശോയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ, ഇതുപോലെ അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലരും യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായങ്ങൾ 21 പ്രാവശ്യം വായിച്ചവരുണ്ട്. അവർ വിചാരിക്കും ഈശോയായിട്ട് അടുത്തിട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുന്നുണ്ട്, ശക്തി ലഭിക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ആത്മാവിനൊരു അടിസ്ഥാനം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് തുടർന്നും വായിച്ചുകൊണ്ടിരിക്കണം. ഈശോയുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ദൈവസ്നേഹത്തിലേക്ക് വരിക. ദൈവസ്നേഹത്തിലേക്ക് വരും തോറും നമ്മളിലുള്ള പാപങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. ആ പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് ആ ഏറ്റുപറച്ചിലൂടെയും അതുപോലെ തന്നെ നമ്മളത് പാപങ്ങളെ വിട്ടുമാറാനുള്ള നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ അകത്തു നിന്നുള്ളൊരു ദാഹം നമുക്കുണ്ടാകണം. ആ ദാഹത്തിലൂടെയൊക്കെയാണ് നമ്മൾ ആ ഈശോയുമായിട്ട് ഒന്നാകുന്നത്, ജീവനിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിഷ്ണത്താൽ അവളെ പീഡിപ്പിക്കും, തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കും, അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴി തെറ്റിയാൽ അവൾ അവനെ പരിത്യജിക്കും, നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഇതിൽ പറയുന്നുണ്ട്, ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കുന്നു, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കുന്നു. തന്നിൽ വിശ്വാസമുറപ്പിക്കുന്നവരെ, ദൈവത്തിൽ വിശ്വാസമുറപ്പിക്കുന്നവരെ ശിഷ്ണത്താൽ അവനെ പീഡിപ്പിക്കും. വിശ്വാസം ഉറയ്ക്കുന്നത് ശാസനകളിലൂടെ, ശിക്ഷണങ്ങളിലൂടെ എല്ലാം കടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ അതെല്ലാം സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ശാസനത്തെ അഥവാ ശിക്ഷണത്തെ, പ്രഹരത്തെ ഒക്കെ നമ്മൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാതിരിക്കുമ്പോൾ ദൈവിക ചൈതന്യം നമ്മുടെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് എത്ര ശാസനം കിട്ടിയാലും നമ്മൾ ഹൃദയപൂർവ്വം അത് സ്വീകരിക്കുമ്പോഴാണ് ഈശോയുടെ ആ കൃപ നമുക്ക് വരിക. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവളെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ഈ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തും. കർത്താവിൻ്റെ ഈ വചനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ ഈ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഈ വചനത്തെ നമ്മൾ വിനയപൂർവ്വം സ്വീകരിക്കണം. ഇതിൽ പറയാണ്, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച്. നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ് അശുദ്ധിയുണ്ട്, വർദ്ധിച്ചു വരുന്ന. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ തിന്മകൾ ധാരാളമുണ്ട്. ആ തിന്മയും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയുമുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഇങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ആ ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഈ വചനത്തെ വചനമായി തന്നെ നമ്മൾ സ്വീകരിക്കണം. ഈശോ പറയുന്നുണ്ട്, വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈശോയെ തന്നെയാണ് നമ്മൾ ഈ ഓരോ വചനത്തെ സ്വീകരിക്കുമ്പോഴും നമ്മൾ സ്വീകരിക്കുക. ഒരു വചനം നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ആ വചനം നമ്മളെ സംരക്ഷിക്കുകയാണ്. ആ വചനത്തിൻ്റെ ഒരു സ്നേഹവലയം നമുക്ക് ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ഈ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഈ വചനത്തിൽ ജീവനുള്ളതാണ്. ആ ജീവനുള്ള വചനം നമ്മുടെ ആത്മാവിന് ശക്തി പകരുന്നു. അപ്പോൾ നമുക്ക് തുടർന്നുള്ള വിക്ടോബറിൻ്റെ ക്ലാസ്സുകൾ ശ്രവിക്കാം. അതിലൂടെ നമുക്ക് മനസ്സിലാകും ആ ദൈവവചനം നമ്മൾ സ്വീകരിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എത്രമാത്രം ജീവൻ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം. നമ്മളിൽ പാകിയിരിക്കുന്നതും
നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ ഈ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ശ്രവിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു യോഹന്നാന്റെ സുവിശേഷം 4:34 തിരുവചനത്തിന്, എന്നെ അയച്ചവൻ്റെ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയേണ്ട എൻ്റെ ഭക്ഷണം പിതാവിൻ്റെ ഹിതം അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുക എന്നാണ്. ഈശോ പറയുകയാണ്, പിതാവിൻ്റെ ഹിതം എന്നുള്ളത് അനേക ആത്മാക്കളെ സാത്താൻ്റെ പിടിയിൽ നിന്ന് പിടിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈശോയുടെ ഭക്ഷണം എന്ന് ഈശോ ഇവിടെ വിവരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം 24-29 വരെയുള്ള വചനത്തിൽ ആത്മാവിനെക്കുറിച്ച് അനേകം ആത്മീയ രഹസ്യങ്ങൾ അടങ്ങിയൊരു വചനമാണിത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ദൈവം ഇതെല്ലാം ആത്മാവിൽ വെളിപ്പെടുത്തി തരും. 1 പത്രോസ് 4:6 ശരീരത്തിൽ മനുഷ്യനെപ്പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കേണ്ടതിനാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളത്. വെളിപാടിനും ദർശനങ്ങൾക്കും വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കണം. പിശാച് കയറുവാൻ അവസരം നോക്കിയിരിക്കുകയാണ്. ഹബക്കുക്ക് 2:2-4 വരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരിക്കണം. വചനം വന്ന് നിറഞ്ഞ് ആത്മീയ ശക്തരായി കഴിയുമ്പോൾ നാം പറയുന്നതെല്ലാം അതേപടി സംഭവിക്കും. ആമോസ് 3:1-7 വരെ തെറ്റുവരികയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വെളിപ്പെടുത്തി തരും. അനേകരുടെ വിശ്വാസം വർദ്ധിക്കും. 7 മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു വീട്ടിൽ വചനം കൊടുക്കുവാനായി ഞങ്ങൾ പോയി. വചനം സ്വീകരിക്കാനായി ആ വീട്ടിൽ ചേട്ടനും അനുജനും ഉണ്ടായിരുന്നു. ചേട്ടൻ വചനം സ്വീകരിക്കുന്നില്ല. ഊണ് കഴിക്കാൻ സമയമായോ എന്ന് വാച്ചിൽ നോക്കുകയാണ്. ഇങ്ങനെ സമയം നോക്കുന്നവരുടെ ഉദരം ദൈവമാണ്. ഫിലിപ്പി 3:19. അവർ ഇങ്ങനെ എപ്പോഴും വാച്ചിൽ സമയം നോക്കിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ അവിടെ നിന്ന് പോകണം. ഇങ്ങനെയുള്ളപ്പോൾ ഏത് വചനം നമ്മൾ കൊടുക്കണം? മത്തായിയുടെ സുവിശേഷം 7-ാം 6 വിശുദ്ധമായതൊന്നും നായ്ക്കൾക്ക് കൊടുക്കരുത്. ജ്ഞാനം 1:16. അയാൾ അധർമ്മിയാണ്, കോട്ടയംകാരനാണ്, അനുജനോട് അസൂയയാണ്. കാരണം അനുജൻ കൂടുതൽ ധനവാനാണ്. ധനം വന്നാൽ അസൂയുണ്ടാകും. ആദ്യമേ അത്യാഗ്രഹമുണ്ടാകും. അത്യാഗ്രഹം ഒരു പാപമാണ്. 1 കൊറിന്തോസ് 6:9-11 വരെ അത്യാഗ്രഹി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. കൊളോസ്സസ് 3:5 ഏറ്റവും വലിയ വിഗ്രഹാരാധന ധനാസക്തിയാണ്. ചില സ്ഥലത്തെ വിഗ്രഹാരാധന ധനമാണ്. ഓരോ സ്ഥലത്തും ഓരോ അരൂപിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നാം തിരിച്ചറിയണം. എല്ലാം കഴിഞ്ഞപ്പോൾ അനുജൻ ചോദിച്ചു, വചനം വല്ലതും തരാനുണ്ടോ എന്ന്. റോമ 6:23 കർത്താവ് തന്നത്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ഞാൻ പറഞ്ഞു, 6 മാസത്തിനുള്ളിൽ അദ്ദേഹം മരിക്കുമെന്ന്. പെട്ടെന്ന് ജ്ഞാനത്തിൽ പറഞ്ഞതാണ്. ഹെബ്രായർ 10:26-31 വരെ ഈ വചനം അവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മളല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. പ്രവചനം വരുന്നതെല്ലാം ആത്മാവിൻ്റെ പ്രചോദനമാണ്. യേശുവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. വെളിപാട് 19:10 2 ആഴ്ച മുമ്പ് അയാൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. അപ്പോൾ ആ സമുദായം മുഴുവൻ വിശ്വാസത്തിൽ വന്നു. 2 തിമോത്തി 4:3-4 പല സ്ഥലത്തും വചനം വളച്ചൊടിക്കുന്ന അനേകരുണ്ട്. ജനങ്ങൾക്ക് ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും, അല്പം കുടിക്കാം, കുഴപ്പമില്ല, വീഞ്ഞ് സുബോധമാണ്. ഇങ്ങനെ വചനങ്ങൾ മാറ്റിമറിച്ച് പറയും. അവരവരുടെ ഇഷ്ടമനുസരിച്ച് വചനം വളച്ചൊടിക്കും. വചനം വളച്ചൊടിക്കരുത്. അതാണ് 2 പത്രോസ് 1:20-21 വിശുദ്ധ പത്രോസ് പറയുന്നത്. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതങ്ങളെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്.
വിശുദ്ധ പത്രോസ് പറഞ്ഞത് ആർക്കും വളച്ചൊടിക്കുവാൻ സാധ്യമല്ല. വചനം വചനമായി തന്നെ സ്വീകരിക്കണം. സങ്കീർത്തനം 119, 130 വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. എളിമ കൂടുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ കൃപയും വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ വചനമെല്ലാം വളച്ചൊടിച്ച് അവനവൻ്റെ ബുദ്ധി അനുസരിച്ച് വചനം കൊടുക്കും. പ്രഭാഷകൻ 3:18 നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഇതാണ് വിശുദ്ധരെ പറ്റി പറയുന്നത്. വിശുദ്ധരെ അംഗീകരിക്കാത്തവർ എളിമയില്ലാത്തവരാണ്, അഹങ്കാരികളാണ്, അജ്ഞരാണ്. വിശുദ്ധർ വിശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടാണ് വിശുദ്ധരായി മാറുന്നത്. എസെക്കിയേൽ 22:26, എസെക്കിയേൽ 44:23 വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധിയെപ്പറ്റി ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് ധനമാർഗത്തെപ്പറ്റിയാണ്. 1 കൊറിന്തോസ് 15:19 ലൗകിക കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. ആത്മാവിൻ്റെ കാര്യത്തിൽ ആർക്കും ശ്രദ്ധയില്ല. നിങ്ങൾ ആത്മാവിൻ്റെ കാര്യം അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ദൈവം തന്നുകൊള്ളും. അപ്പോൾ നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം തരും. വേണ്ട എന്ന് പറഞ്ഞാലും ദൈവം ധാരാളം തരും. എഫെസോസ് 3:20-21 ധനം മാത്രമല്ല, നല്ല സ്വർണവും തരും. അപ്പോൾ നമുക്ക് ഇതിലൂടെ അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. സുവിശേഷം 5-ാം അധ്യായത്തിൽ 24 മുതൽ 29 വരെയുള്ള വചനത്തിൽ ഈശോ പറയുകയാണ്, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് ആ ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. നമ്മൾ പലപ്പോഴും മരിച്ചവരായി മാറുന്നത് ഈ ആത്മീയമായ ഒരു മരണം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ജീവനില്ലാത്തവരായി മാറുക. നമ്മൾ വെറും ശരീരമായി മാറുകയാണ്, ജഡമായി മാറുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ആത്മാവിന് ജീവൻ ഉണ്ടാകണം. ഈ ജീവൻ ഉണ്ടാകണമെങ്കിലാണ് നമ്മൾ ഈ വചനത്തിലേക്ക് വരണം. ഈശോയെ നമ്മൾ പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് ഈശോയെ വിശ്വസിക്കണം. ഈശോ ദൈവപുത്രനാണ് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ബ്ലൈൻഡായിട്ട് തന്നെ അത് വിശ്വസിക്കുക. ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ബാക്കി എല്ലാം ലഭിക്കുക. അതാണ് പത്രോസ്ലീഹായോട് ദൈവം പറഞ്ഞു, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഈശോയുടെ ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ജീവനിലേക്ക് നമ്മൾ കടക്കുകയാണ്. എസെക്കിയേൽ പ്രവാചന പുസ്തകം 37-ാം അധ്യായം 1-14 വരെയുള്ള തിരുവചനത്തിൽ എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഈ അസ്ഥികളോട് പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ എന്ന് വിളിച്ച പ്രവാചകന് ദൈവവചനത്തെ ആ അസ്ഥികളിൽ നിവേശിക്കുമ്പോൾ അത് ജീവൻ പ്രാപിക്കുകയാണ്. നമ്മുടെ ആത്മാവും പലപ്പോഴും പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. ഈ ആത്മാവിന് ജീവൻ നൽകുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. അതുകൊണ്ടാണ് ഈശോ പലപ്പോഴും വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. കാരണം ഈശോയുടെ പീഡാസഹനത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് നമ്മുടെ പാപങ്ങൾ കീഴ്പ്പെടുത്തപ്പെടുക. ആ ഈശോയിലൂടെ കടക്കുമ്പോൾ നമുക്കവിടെ ജീവൻ സ്വന്തമാകുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ഈ വചനം നമ്മൾ ഹൃദയപൂർവ്വം വായിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുക. നമ്മൾ പലപ്പോഴും ഓർക്കും, മരണസമയത്ത് നമ്മൾ വചനം വായിക്കുന്ന ഒരു വചനമാണിത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഈശോയെക്കുറിച്ച് വളരെ ഒരു ആത്മീയ രഹസ്യമാണ് ഇതിനുള്ളത്. നമ്മളിത് വായിക്കുമ്പോൾ ആ ദൈവിക ജീവൻ, എസെക്കിയേൽ 37-ാം അധ്യായത്തിലെ ആ ജീവൻ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വചനങ്ങൾ കൂടെ വായിക്കുന്നതും നമ്മുടെ പല അസ്വസ്ഥതകൾ വിട്ടുപോകുന്നതിനും ഈ വചനത്തിന് കഴിവുണ്ട്, ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇതിൽ 1 പത്രോസ് 4:6 പറയുന്നുണ്ട്, ശരീരത്തിൽ മനുഷ്യനെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിൻ്റെയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആത്മാവിൻ്റെ രാജ്യത്തിൽ എല്ലാം ജീവനുള്ളതായി നിലനിൽക്കണമെങ്കിൽ
ഈ ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രവർത്തനം ശക്തമായി ഉണ്ടാകുകയാണ്. അതിനുശേഷം ബ്രദർ പറയുന്നുണ്ട്, വെളിപാടിനും ദർശനങ്ങൾക്കും വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കണം. പിശാച് കയറുവാൻ അവസരം നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ദർശനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് എടുക്കരുത് എന്ന് പലപ്പോഴും മിക്കപേർ പറഞ്ഞു തരാറുണ്ടായിരുന്നു. കാരണം പെട്ടെന്നുള്ള നമ്മുടെ ദർശനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും വഴിതെറ്റും. ഈ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധി പാലിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആ ദർശനങ്ങൾ, ദൈവിക ദർശനങ്ങൾ വരിക. ഈ അമത്രസ്യ പുണ്യവതിക്കും വിശുദ്ധർക്കൊക്കെ ദൈവിക ദർശനങ്ങളുണ്ടായിരുന്നു. അവർക്കത് ലഭിച്ചത് എപ്പോഴാണ്? പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് അടുത്ത് കഴിയുമ്പോഴാണ് ആ ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവിക രഹസ്യങ്ങളും അവരുടെ ആത്മീയ ശക്തിയാൽ നിറഞ്ഞ് ലഭിക്കപ്പെടുക. ഹബക്കുക്ക് 2:2-4 വരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കണം. വചനം വന്ന് നിറഞ്ഞ ആത്മീയ ശക്തരാകുമ്പോൾ ആണ് നാം പറയുന്നതെല്ലാം അതേപടി സംഭവിക്കുക. പ്രവചനത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവേശിച്ച് പ്രവചനം നടത്താനുള്ള കൃപകളൊക്കെ ദൈവം തരുന്ന എപ്പോഴാണ്? ഈ സഹനങ്ങളിലൂടെയും പ്രവാചകന്മാർ കടന്നുപോയ ഒരു പ്രവാചകനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോയവരാണ്. യെശയ്യാ പ്രവാചകന്, എസെക്കിയേൽ പ്രവാചകന്, ഹബക്കുക്ക് പ്രവാചകന്, അവരെല്ലാം മനുഷ്യരുടെ നിന്ദനത്തിനും അപമാനത്തിനും പാത്രമായവരാണ്. പക്ഷേ ആ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കർത്താവ് ആ പ്രവചനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തരിക. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ഒരു വചനം പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ, പ്രവാചകനായി സ്വീകരിക്കുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായിട്ട് സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും. അപ്പോൾ നമ്മളൊരു പ്രവാചകനെ, ആ പ്രവാചകനായിട്ട് ഒറിജിനൽ പ്രവാചകനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ആ പ്രവാചകൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ ഈശോയെ ദൈവപുത്രനായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മെയും തൻ്റെ പുത്രസ്ഥാനത്തേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. ദൈവ മക്കളാകാനുള്ള ആ കഴിവ് ഈശോ നമുക്ക് തരികയാണ്. ഈ പ്രവചനങ്ങൾ ആമോസ് 3:1-7 വരെ തെറ്റ് വരികയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വെളിപ്പെടുത്തി തരും. അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവർത്തനമാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും എല്ലാം നടത്തുന്നത് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാനാണ്. ഇപ്പം ഇതിൻ്റെ അകത്തൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ഉള്ളവർ വചനം സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരി ലൗകിക കാര്യങ്ങളിൽ വ്യഗ്രതരാണ്. ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം വരുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന എന്തുകൊണ്ടാണ്? നമ്മളിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ കുന്നുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വചനം ശ്രവിക്കുമ്പോൾ അസ്വസ്ഥരാകും. നമുക്ക് വചനത്തെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയതിനാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. നമുക്ക് ആ ക്രിസ്തുവിനെ ദൃശ്യമാകാതിരിക്കുന്നതിന് കാരണം നമ്മളെ ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വചനം ശ്രവിക്കുവാനോ ഈ വചനം ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല. ഇതിൽ പറയുന്നുണ്ട്, ധനത്തിനോടുള്ള അതിയായ ആഗ്രഹം, അത്യാഗ്രഹം, അസൂയ എല്ലാം നമ്മളിൽ പിടികൊള്ളുമ്പോൾ ഈ വചനം വന്ന് നമ്മളിൽ വസിക്കുകയില്ല. അതാണ് യാക്കോബ് 1:21 നമ്മൾ വായിച്ചു. വർദ്ധിച്ചു വരുന്ന എല്ലാ അശുദ്ധിയും വഞ്ചനയും വെടിഞ്ഞ് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കാനായിട്ട്. ഈ നമ്മളിൽ ഉള്ള അശുദ്ധിയും വഞ്ചനയും വെടിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എളിമപ്പെട്ട വചനത്തെ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ അടിമയാകുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം പറയുന്നുണ്ട്, 2 തിമോത്തി 4:3-4 വചനത്തിൽ പല സ്ഥലത്തും വചനം വളച്ചൊടിക്കുന്ന അനേകരുണ്ട്. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. ഈ കർത്താവിൻ്റെ വചനത്തിൽ നമ്മളൊരിക്കലും മായം ചേർക്കരുത്. ഈ കർത്താവിൻ്റെ വചനത്തിൽ മായം ചേർക്കുക എന്ന് പറയുമ്പോൾ ഈ നമ്മുടേതായ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഈ വചനത്തെ വ്യാഖ്യാനിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാപം ചെയ്തിട്ട് നമ്മൾ വചനം പറയുമ്പോൾ ആ വചനത്തിൽ നമ്മൾ മായം ചേർക്കുകയാണ്. അപ്പോൾ നമ്മളിൽ ഓരോ വചനവും നിലനിന്നിട്ട്
നമ്മൾ സംസാരിക്കുമ്പോൾ ഈശോയോടുള്ള ആ വിശ്വസ്തത, ഈശോയോടുള്ള സ്നേഹം എല്ലാം അനേകരിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് 2 കൊറിന്തോസ് 2:17 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, അവരെപ്പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. പൗലോസ്ലീഹായ്ക്ക് അത്ര ധൈര്യത്തോടെ ആ വചനം പറയണമെങ്കിൽ അദ്ദേഹം ആ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ക്രിസ്തുവിനെ അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുകാരായതിനു ശേഷമാണ് അദ്ദേഹം ആ വചനം പറയുക. ദൈവത്തോട് വിശ്വസ്തരും നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു എന്നാ പറയുക. ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും, നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മദ്യപിക്കാം, അതുപോലെ ലോകസുഖങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ഇങ്ങനെ സ്വന്തമായ ഇഷ്ടങ്ങളും അഭിരുചികളും അനുസരിച്ച് നമ്മൾ പലപ്പോഴും പോകാറുണ്ട്. അതിലൊക്കെ പെടുമ്പോൾ നമ്മൾ ആ വചനത്തിൽ മായം ചേർക്കുന്നു എന്നാണ് പറയുക. അതാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, 2 പത്രോസ് 1:20-21 നമ്മുടെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല ഈ ദൈവവചനം എന്നാണ്. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ സഭ സാധാരണ മനുഷ്യർക്ക് ഈ വചനം എടുക്കുവാനോ വചനത്തെ വ്യാഖ്യാനിക്കുവാനോ അനുവാദമില്ലായിരുന്നു. സങ്കീർത്തനം 119-130 വചനത്തിൻ്റെ ചുരുളഴിയുമ്പോഴാണ് പ്രകാശം പരക്കുന്നത്, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഈ വിശുദ്ധർക്കൊക്കെ ഈ വചനത്തിൻ്റെ കൃപ ലഭിച്ചു. വിശുദ്ധരെയൊക്കെ ഏതെങ്കിലും ഒരു വചനമൊക്കെ സ്പർശിച്ചതുകൊണ്ടാണ് അവർ വിശുദ്ധരായി മാറിയത്. അപ്പോൾ ഈ എളിമപ്പെടും തോറും നമ്മൾ വിശുദ്ധിയിലേക്ക് വരികയാണ്. നമുക്ക് വിശുദ്ധരെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അഹങ്കാരമാണ്. വിശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടാണ് അവർ വിശുദ്ധരായി മാറുന്നത്. ഈശോ പറയുന്നില്ലേ, യോഹന്നാൻ സുവിശേഷം 12:26 പിതാവിനോട് കൂടെ ചേർത്തിരുത്താനും ബഹുമാനിക്കാനും ദൈവം ഇടയാക്കും എന്നാണ് പറയുക. കാരണം നമ്മൾ ആ ഈശോയുടെ വചനം അനുസരിക്കുമ്പോൾ ഈശോയുടെ വിശ്വസ്തതയാണ് ഈശോയുടെ കൂടെ നമ്മളെ ആക്കുക എന്നുള്ള കാര്യം അതിലാണ് പറയുകയാണ്. ആ വിശ്വസ്തരായിരിക്കുവാൻ ദൈവം വിളിക്കുകയാണ്, വിശുദ്ധരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ആ നിത്യജീവനെ ലക്ഷ്യമാക്കി ഉള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവിക രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ ബാക്കി എല്ലാം നമുക്ക് കൊണ്ട് തരുമെന്ന് മത്തായിയുടെ സുവിശേഷം 6:33 ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ ആ ഈശോയ്ക്ക് പരിപൂർണ്ണ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈശോ നമുക്ക് തരും എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇന്ന് ശ്രവിച്ച ഈ വചനത്തെ ഓർത്ത് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ മറിയത്തെ നമ്മൾ ഓർക്കുമ്പോഴും പരിശുദ്ധ മറിയത്തോട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവദൂതനാൽ അയക്കപ്പെട്ട ആ വചനമാണ് നമ്മൾ ഉരുവിടുക. അതിലൂടെ ആ ചൈതന്യം നമ്മളിൽ പ്രവേശിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാലാഖ അഭിവാദനം ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ആ മറിയത്തോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. ഈ വിശുദ്ധി പാലിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കൂടുതൽ കൂടുതൽ എളിമപ്പെടുവാനും വിശുദ്ധീകരണത്തിലൂടെ അങ്ങയെ സ്വന്തമാക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.